കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സിനിമാ മേഖലയിൽ നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ചൂഷണങ്ങളെക്കുറിച്ചൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ പക്ഷേ എവിടെയും ഒരു നടന്റെയോ ഒരു നടിയുടെയോ പേര് പരാമർശിച്ചിട്ടില്ല. എന്നാൽ രാത്രിയിൽ വാതിലിൽ വന്ന് മുട്ടുന്ന നടന്മാരുണ്ട് എന്ന ഒരു പരാമർശം വന്നിരുന്നു. ആ പരാമർശം മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞ പരാതി വീണ്ടും ചർച്ചയാക്കുകയാണ്. രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു വനിതാ സംവിധായികയായിരുന്നു രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ഒരിക്കൽ ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാവുകയാണ്. ആരാണ് ആ വാതിലിൽ വന്ന് രാത്രി മുട്ടുന്ന നടന്മാർ എന്ന ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവിടെ ഇത് കേട്ട ജനം ചോദിക്കുമ്പോൾ നേരത്തെ ഒരു അവസരത്തിൽ ടെസ് ജോസഫ് വെളിപ്പെടുത്തിയ ഈ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയത് എന്ന് ടെസ പറയുന്നു. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രാമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തന്നെ അവിടെ നിന്ന് രക്ഷിച്ചിരുന്നു എന്നാണ് കൽക്കത്ത സ്വദേശിയായ ടെസ ഒരിക്കൽ ട്വിറ്ററിലൂടെ പറഞ്ഞിരുന്നത്. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീറ്റു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ഇത്തരം ആരോപണങ്ങൾ രംഗത്ത് വന്നത്. മലയാളം നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നു കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉള്ളത്. രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും, പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് പേടിച്ചാണ്, വനിതാ നിർമ്മാതാക്കളോട് നടന്മാർ അപമാനിക്കുന്നു, നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പലയിടത്തും പല നിർമ്മാതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാരായ പലർക്കും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അഭിനയമല്ലാതെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും പ്രതികരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞെട്ടലില്ല എന്നാണ്. എന്തായാലും ഈ അവസരത്തിൽ രേവതിയുടെ പ്രതികരണം ശ്രദ്ധേയമാവുകയാണ്. റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടില്ല എന്നും പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും രേവതി പറഞ്ഞു. മലയാള സിനിമാ മേഖല സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കാൻ WCC കഠിനമായി ശ്രമിച്ചുവെന്നും വൈകിയാണെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാരിനോട് നന്ദിയുണ്ട് എന്നാണ് രേവതി അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചിട്ടില്ല. റിപ്പോർട്ട് വായിച്ചതിന് ശേഷം WCC സംയുക്ത തീരുമാനമെടുക്കും. ഞങ്ങളുടെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. റിപ്പോർട്ട് പുറത്തു വന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് രേവതിയുടെ വാക്കുകൾ. അതുപോലെ തന്നെ മുകേഷ് നേരത്തെ പറഞ്ഞിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഹേമ കമ്മിറ്റിയോട് താൻ 4 മണിക്കൂർ സമയം സംസാരിച്ചു എന്നും മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്ന് തനിക്ക് അറിയില്ല എന്നും താരം പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് മുകേഷ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാതിൽ മുട്ടുന്ന നടന്മാരുടെ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് മുകേഷിന്റെ പേര് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞതും ഇതിൽ ഞെട്ടലില്ല, ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പോലുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സിനിമാ മേഖലയിലുള്ള ഇത്തരം ചൂഷണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. സിനിമാ മേഖല എന്ന ആ ഗ്ലാമർ മേഖലയിൽ ആകൃഷ്ടരായി അവിടേക്ക് പോകാൻ കാത്തിരിക്കുന്നവരിലുമൊക്കെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകളോട് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും വിവേചനങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.